ഹായ് വ്യൂവേഴ്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പോൾ ഒരു ചെറിയ കാര്യമുള്ളതെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ചാനലിൻ്റെ പേരൊന്ന് മാറ്റി. സീസ് ക്രിയേഷൻസ് എന്നുള്ളത് ഒരുപാട് ചാനലിനുള്ളതുകൊണ്ട് തന്നെ ഞാനത് മാറ്റിയിട്ട് സിസാസ് ക്രിയേഷൻസ് എന്നാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഞാനിന്ന് തയ്യാറാക്കുന്നത് ചിരങ്ങ വെച്ചിട്ട് തേങ്ങ അരച്ചൊരു കറിയാണ്. നല്ല സൂപ്പർ ടേസ്റ്റി കറിയാണ്. വെജിറ്റേറിയൻസിനൊക്കെ സൂപ്പറായിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം. അപ്പോൾ ആദ്യം ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ചിരങ്ങയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് 4 പച്ചമുളക് നെടുകെ കീറിയതാണ്. അതിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് 1 കപ്പ് തേങ്ങയും അതിൻ്റെ കൂടെ അരക്കുന്നതിന് വേണ്ടിയിട്ട് തന്നെ 6-7 ചെറിയ ഉള്ളിയും 1 ടീസ്പൂൺ പെരുംജീരകവും 1 ടീസ്പൂൺ ചെറിയ ജീരകവും എടുത്തിട്ടുണ്ട്. വറവിടുന്നതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ കടുക്, 1 തണ്ട് കറിവേപ്പിലയും. കറിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം. വറവിടുന്നത് വേണ്ടിയിട്ട് തന്നെയാണ് വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വെളിച്ചെണ്ണ അത് തണുപ്പ് കാരണം അങ്ങ് സെറ്റായി പോയതാണ്. അത് മെൽറ്റ് ചെയ്തെടുക്കണം. ചൂടുവെള്ളത്തിൽ ഇറക്കി വെച്ച് അത് മെൽറ്റായിക്കോളും. കറി തയ്യാറാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം, ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമ്മളുടെ ഈ കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള. സിമ്പിൾ കറിയാണ്, പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ അത് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ നോൺ സ്റ്റിക്ക് പാനാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. മൺചട്ടി ഉള്ളവർക്ക് അതെടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ, നല്ല ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചിരങ്ങ മുഴുവനായിട്ട് പാത്രത്തിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി അതിൻ്റെ കൂടെ തന്നെ പച്ചമുളകും ചേർക്കണം. എരിവ് ചിരങ്ങയിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സമയത്ത് ചേർക്കുന്നത്. അല്ലെങ്കിൽ അരപ്പിൻ്റെ കൂടെ ചേർത്താലും മതി, എന്നാലും നല്ല എരിവുണ്ടാവും. അരപ്പിൻ്റെ കൂടെ ചേർക്കുമ്പോൾ പച്ചമുളകിൻ്റെ എണ്ണം കുറച്ച് കുറയ്ക്കുക, കാരണം അരഞ്ഞ് ചേരുമ്പോൾ ഒരുപാട് എരിവ് കൂടും. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വെള്ളവും ചേർത്തിട്ട് അടച്ചു വെക്കുക. ഇനി ഈ പച്ചമുളകിന് പകരം നല്ല കാന്താരി മുളക് ഇട്ടുകയാണെങ്കിൽ അരപ്പിൻ്റെ കൂടെ അത് ചേർത്തിട്ട് അരച്ചു കൊടുത്താലും മതി. തേങ്ങ അരക്കുന്നതിന് കൂടെ തന്നെ അതും കൂടെ ചേർത്ത് കൊടുത്ത് അരച്ചാലും മതി. അപ്പോൾ പച്ചമുളക് ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് ചേർത്തതിന് ശേഷം അടുപ്പത്ത് വെച്ച് അടച്ചു വെച്ചിട്ട് സ്റ്റൗ കത്തിക്കാം. ഇനി ഇത് കുക്കാവുന്നതിന് മുമ്പ്, അത് കുക്കായി വരുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങ അരച്ചെടുക്കാം. അതിനുവേണ്ടി തേങ്ങയും ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചെറിയുള്ളി, വലിയ ജീരകവും ചെറിയ ജീരകവും ചേർത്ത് നന്നായിട്ട് തിക്കായിട്ട് അരച്ചെടുക്കണം. ഒരുപാട് വെള്ളം ചേർത്ത് അരക്കരുത്, കാരണം നമ്മൾ ചിരങ്ങ വേവിക്കുമ്പോൾ അതിൽ തന്നെ ഒരുപാട് വെള്ളം ആയി വരും. അപ്പോൾ അതിന് ആ ഒരു വെള്ളം ബാലൻസ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ വെള്ളം ചേർക്കാൻ പാടുള്ളൂ ഈ തേങ്ങ അരക്കുമ്പോൾ. അപ്പോൾ നന്നായിട്ട് ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. ഇത്രയും തിക്കായിട്ട് അരച്ചെടുക്കുക. നല്ല പേസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെ നമ്മൾ ചിരങ്ങ വെന്തോ നോക്കിയതിന് ശേഷം, വെന്തിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ചിരങ്ങ വെന്തിട്ടുണ്ട്, അപ്പോൾ അതിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് നമ്മൾ ഉപ്പ് ടേസ്റ്റ് നോക്കുക. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. നമ്മളുടെ കറി റെഡിയായി മാറ്റി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇനി വറവിടാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ചൂടാക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായ ശേഷം അതിലേക്ക് കടുക്, കറിവേപ്പിലയൊക്കെ ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചതിന് ശേഷം നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചുവന്ന മുളകും ചേർക്കണം. ചുവന്ന മുളക് ഇഷ്ടമുള്ളവർക്ക് അത് ചേർക്കാം, അതല്ലാത്തവർ ഇങ്ങനെ ചെയ്താലും മതി. അതും കൊണ്ട് ചേർത്ത് ഒന്ന് അടച്ചു വെച്ച് ആ വറവിട്ടതിൻ്റെ ടേസ്റ്റ് കറിയിലേക്ക് ഇറങ്ങുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് അടച്ചു വെക്കാം. കുറച്ച് സമയത്തേക്ക് അടച്ചു വെക്കാം. അതിന് ശേഷം നമുക്കിനി അതിനെ ഒരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിരങ്ങ വൈറ്റ് കറി. വെജിറ്റേറിയൻസിനൊക്കെ നല്ല ഇഷ്ടമാവും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നൊരു കറിയാണ്. Thanks for watching.